ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു പോകുന്നത് മാരുതി ഈക്കോ കസ്റ്റമർ കംപ്ലയിൻറ്റ് എ സി കൂളിംഗ് ഇല്ല. നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എ സി ഓൺ ചെയ്തപ്പോൾ എയറിൻ്റെ ഫ്ലോ വരുന്നില്ല, ഫ്ലോ കുറവാണ്, തണുപ്പ് കുറവാണ്. അപ്പോൾ നമ്മൾ ഗേജൊക്കെ വെച്ച് നോക്കിയപ്പോൾ ഗ്യാസ് ഉണ്ട്, പൈപ്പൊക്കെ തണുക്കുന്നുണ്ട്. അപ്പോൾ കംപ്ലയിൻറ്റ് കൂളിംഗ് ഓയിൽ ബ്ലോക്ക് ആയതാണ്, അതാണ് എൻ്റെ കംപ്ലയിൻറ്റ്. കൂളിംഗ് ഓയിൽ നല്ലപോലെ അടവുണ്ട്, തണുപ്പും കാര്യങ്ങളൊക്കെ പൈപ്പൊക്കെ തണുക്കുന്നുണ്ട്. അപ്പോൾ കംപ്ലയിൻറ്റ് കൂളിംഗ് ഓയിൽ അടവ്. അപ്പോൾ ഈ ഭാഗത്താണ് കൂളിംഗ് ഓയിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇത് അഴിക്കണമെന്നുണ്ടെങ്കിൽ ഡാഷ്ബോർഡ് അഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അഴിക്കേണ്ട വിധം ഞാൻ പറഞ്ഞുതരാം. ആദ്യം എന്തൊക്കെ അഴിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ഒരു വെൻ്റ് ഉണ്ടായിരിക്കും, ഈ വെൻ്റ് ആദ്യം അഴിക്കണം. ഇത് നമ്മളെ ഉള്ളിൽ നിന്നും പുറത്തുനിന്നും വലിക്കാതെ എയർ വെൻ്റ് ഉണ്ടല്ലോ, അത് ആ കൺട്രോൾ ചെയ്യുന്ന ഒരു പീസാണ് ഇത്. അപ്പോൾ ഇത് ആദ്യം അഴിക്കണം. അപ്പോൾ അഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കേബിൾ ഉണ്ട്. ഈ കേബിൾ അതിൽ നിന്ന് അഴിക്കുക. എന്നിട്ട് ഇവിടെ കേബിൾ ലോക്ക് ചെയ്തിട്ടുണ്ടാകും, അത് അഴിച്ചെടുക്കുക. പിന്നെ അതിൻ്റെ ഒരു 10-ൻ്റെ ബോൾട്ട് ഉണ്ടായിരിക്കും, ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും 10-ൻ്റെ ബോൾട്ട്. പിന്നെ ഒരു ക്ലാമ്പിൽ 2 സ്ക്രൂ ഉണ്ടായിരിക്കും. ഇവിടെ ഒരു സ്ക്രൂ ഉണ്ടായിരിക്കും, അവിടെ ഒരു സ്ക്രൂ ഉണ്ടായിരിക്കും. ക്ലാമ്പ് ഞാൻ കാണിച്ചു തരാം. ഈ ക്ലാമ്പ് വെച്ചിട്ട് അതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാകും. ഇത്രയേ ഉള്ളൂ അതിൻ്റെ ബോൾട്ടുകൾ. ആ ബോൾട്ടും ആ കേബിളും അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. പിന്നെ ഈ ഡാഷ്ബോർഡിൻ്റെ ഇവിടെ ഒരു 10-ൻ്റെ ബോൾട്ട് ഉണ്ട്. അത് അഴിക്കണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഗ്യാപ്പ് വരണം. ഇത് ബാക്കിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഗ്യാപ്പ് വന്നാലേ നമുക്ക് ആ വെൻ്റ് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ആ 10-ൻ്റെ ബോൾട്ട് അഴിക്കണം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ അത് പുറത്തേക്ക് എടുക്കും. അപ്പോൾ ഇനി കംപ്ലയിൻറ്റ് ഞാൻ കാണിച്ചു തരാം. എയർ ഇല്ലാത്തതും തണുപ്പില്ലാത്തതിൻ്റെ കംപ്ലയിൻറ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്താണ് കൂളിംഗ് ഓയിൽ. കൂളിംഗ് ഓയിൽ ഭയങ്കര ബ്ലോക്കാണ്. ഒരു ഭാഗത്തും ബ്ലോക്കില്ലാത്ത സ്ഥലമില്ല, ഫുള്ള് അഴുക്ക് കയറി ബ്ലോക്കായിരുന്നു. ഒരു തരി എയർ ഉള്ളിലേക്ക് പോകില്ല. അതുകൊണ്ടാണ് ഇത് തണുപ്പില്ലാത്തതും എയർ പുറത്തേക്ക് വരാത്തതും. അപ്പോൾ ഇനി നമുക്ക് ആ കൂളിംഗ് ഓയിലിൻ്റെ അസംബ്ലി അഴിച്ചെടുക്കണം. അപ്പോൾ അത് അഴിച്ചെടുക്കണമെങ്കിൽ തെർമസ്റ്ററിൻ്റെ കപ്ലെയർ ആദ്യം ഊരണം. പിന്നെ ഉള്ളത് ഈ സൈഡിൽ ഒരു ക്ലാമ്പായിട്ട് ഒരു ബോൾട്ട് ഉണ്ട്. ഈ ക്ലാമ്പിൽ ഒരു 3 സ്ക്രൂ ഉണ്ടായിരിക്കും. ആ 3 സ്ക്രൂ അഴിക്കണം. പിന്നെ മുകളിൽ ഒരു 10-ൻ്റെ ബോൾട്ട് ഉണ്ടായിരിക്കും. പിന്നെ ഈ സൈഡിൽ ഒരു ക്ലാമ്പ് ഉണ്ടായിരിക്കും, അതിന് 2 സ്ക്രൂ ഉണ്ടായിരിക്കും. ആ സ്ക്രൂ അഴിക്കണം. അപ്പോൾ അവിടുത്തെ മുകളിലത്തെ സ്ക്രൂകളൊക്കെ കഴിഞ്ഞു. ഇനിയുള്ളത് അടിയിലാണ്. അടിയിലും ഇതേപോലെ ക്ലാമ്പുണ്ട്, സ്ക്രൂ ഉണ്ടായിരിക്കും, 3 സ്ക്രൂ ഉണ്ടായിരിക്കും. പിന്നെ ഡ്രൈനേജിൻ്റെ ഓസ്, എ സിൻ്റെ വെള്ളം പോലെ ഡ്രൈനേജിൻ്റെ ഓസാണ്. അപ്പോൾ ഇത് അഴിക്കുന്നതിൻ്റെ മുന്നേ ആദ്യം നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കുറച്ച് കൂളിംഗ് ഓയിലിൻ്റെ പൈപ്പ് അഴിക്കാണ്ട്, അപ്പോൾ അത് അഴിച്ചിട്ട് നമുക്ക് നോക്കാം ഉള്ളിലെ ഭാഗങ്ങൾ. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ അഴിക്കേണ്ടത് ബോണറ്റ് തുറന്നിട്ട് കൂളിംഗ് ഓയിലേക്ക് പോണ ഓസ് അഴിക്കണം. അപ്പോൾ അത് അഴിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ വൈപ്പർ വാഷറിൻ്റെ ടാങ്ക് അഴിച്ച് മാറ്റണം. അതിൻ്റെ അടിയിലാണ് ആ ഓസ് ഇരിക്കുന്നത്. അതിൻ്റെ ബോൾട്ട് അഴിക്കണമെങ്കിൽ ഈ വൈപ്പർ വാഷർ ബോർഡിൻ്റെ ടാങ്ക് അഴിക്കണം. അതിൻ്റെ 2 10-ൻ്റെ ബോൾട്ട് ഉണ്ടായിരിക്കും. ആ ബോൾട്ട് അഴിച്ചിട്ട് നേരെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ മതി. അപ്പോൾ വൈപ്പർ വാഷ് ടാങ്ക് അഴിച്ചിട്ടുണ്ട്. ഇനി ഈ ഓസിൻ്റെ ഈ 10-ൻ്റെ ബോൾട്ട് അഴിച്ചിട്ട് ഈ ഓസ് രണ്ടും മാറ്റി വെക്കണം. അപ്പോൾ അത് അഴിക്കാം നമുക്ക്. അപ്പോൾ ആ ബോൾട്ട് അഴിച്ചിട്ടുണ്ട്, പൈപ്പ് രണ്ടും മാറ്റി വെച്ചിട്ട് വേസ്റ്റൊക്കെ വെച്ച് പൊടി കയറാക്കാൻ വേസ്റ്റൊക്കെ വെച്ചിട്ട് ഓക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് ഉള്ളിൽ നിന്ന് കൂളിംഗ് ഓയിലിൻ്റെ അസംബ്ലി അഴിച്ചെടുക്കാം. അപ്പോൾ ഓരോന്നോരോന്നിൻ്റെ ആദ്യം അഴിക്കുന്നത് ഡ്രൈനേജിൻ്റെ ഓസ് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി. ഇനി അടിയിലെ ഈ ക്ലാമ്പിൻ്റെ സ്ക്രൂ അഴിക്കണം. ആ 3 സ്ക്രൂ അഴിക്കുക. ഇത് വളരെ സിമ്പിളാണ്. ഈക്കോൻ്റെ കൂളിംഗ് ഓയിൽ അഴിക്കാൻ ഒരു പണിയില്ല. ഇത്രയും 3 ക്ലാമ്പ് അഴിച്ച് കഴിഞ്ഞാൽ എവിടെയും തടയും കാര്യങ്ങളൊന്നുമില്ല. പഴയ വണ്ടി ആയതുകൊണ്ടാണ്. പഴയ വണ്ടിയിൽ ഫിൽറ്ററില്ല, കൂളിംഗ് ഓയിലിനകത്തേക്ക് ഫിൽറ്ററില്ല. ഫിൽറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പൊടി മൊത്തം ഫിൽറ്ററിലാണ് വന്ന് ചേരുക. അപ്പോൾ നമുക്ക് ഫിൽറ്റർ മാറ്റിയാൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്രയും വർക്ക് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ പഴയ വണ്ടിയിൽ ഫിൽറ്ററില്ല, അതുകൊണ്ട് കൂളിംഗ് ഓയിൽ അഴിച്ച് തന്നെ ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിന് കുറച്ച് കാശാവും. ഫിൽറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ അടിയിലെ സ്ക്രൂ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റത്തെ സ്ക്രൂ ആണ് അഴിക്കുന്നത്. ഓക്കെ, അടിയിൽ എല്ലാം അഴിച്ചിട്ടുണ്ട്. ഇനി അഴിക്കാനുള്ളത് മോൾ ഭാഗത്തെ സ്ക്രൂ അഴിക്കണം. ഈ ക്ലാമ്പിൻ്റെ സ്ക്രൂ അഴിക്കണം. അതിന് 3 സ്ക്രൂ ആണ്. ആ 3 സ്ക്രൂ അഴിച്ച് മാറ്റുക. ഇതിപ്പോൾ സാധാ ആൾട്ടോ വാഗനറൊക്കെ അഴിക്കണ പോലെ തന്നെ ഡാഷ്ബോർഡ് അഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഡാഷ്ബോർഡ് അഴിക്കാതെ നമുക്ക് ഈ സൈഡിലൂടെ അടിയിലേക്ക് എടുക്കാം. പുതിയ വണ്ടികളിലൊക്കെ ആണെങ്കിൽ ഡാഷ്ബോർഡ് അഴിക്കണം. അപ്പോൾ അതിന് ഒരുപാട് ടൈം എടുക്കും, ഒരുപാട് ലേബറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിനത്രയും സമയം ഒന്നും വേണ്ട. ജസ്റ്റ് ഒരു മണിക്കൂർ ഉണ്ടെങ്കിൽ ഇത് അഴിച്ച് ക്ലീൻ ചെയ്ത് തിരിച്ച് കയറ്റട്ടോ. അപ്പോൾ എ സിൻ്റെ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ ചാനലിൽ എ സിൻ്റെ കുറേ വീഡിയോസ് ഉണ്ട് കേട്ടോ. ഡാഷ്ബോർഡ് അഴിച്ച് ക്ലീൻ ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്, ഡാഷ്ബോർഡ് അഴിക്കാതെ ക്ലീൻ ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്. ചാനലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം.
അപ്പോൾ അതിൻ്റെ ഇവിടുത്തെ സ്ക്രൂ അഴിച്ചിട്ടുണ്ട്. ഇനിയുള്ളത് മുകൾ ഭാഗത്ത് സ്ക്രൂ അഴിക്കണം. അപ്പോൾ നമ്മൾ മുകളത്തെ ക്ലാമ്പിൻ്റെ സ്ക്രൂ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് 2 സ്ക്രൂ ഉള്ളൂ കേട്ടോ അതിന്. അപ്പോൾ ഓക്കെ, ആ സ്ക്രൂ അഴിച്ചിട്ടുണ്ട്. ക്ലാമ്പ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ആ 10ൻ്റെ ബോൾട്ട് മാത്രമേ നമുക്ക് അഴിക്കാനുള്ളൂ. അത് അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ആ 10ൻ്റെ ബോൾട്ട് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ 10ൻ്റെ ബോൾട്ടും കൂടി അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂളിംഗ് ഓയിലിൻ്റെ അസംബ്ലി പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് അത് പീസാക്കിയിട്ട് കൂളിംഗ് ഓയിൽ അഴിച്ച് ക്ലീൻ ചെയ്യണം. വെള്ളം അടിച്ച് നമ്മൾ ക്ലീൻ ചെയ്യും. ഓക്കെ, അപ്പോൾ 10ൻ്റെ ബോൾട്ട് അഴിച്ചിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ അത് ഷെയ്ക്കായിട്ടുണ്ട്. ഇനി ഇത് പുറത്തേക്ക് എടുക്കാം നമുക്ക്. അത് പുറത്തേക്ക് എടുക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് വലിച്ചിട്ട് നേരെ അടിയിലേക്ക് എടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂളിംഗ് ഓയിലിൻ്റെ അസംബ്ലി. ഇനി ഇത് അഴിക്കണം. അപ്പോൾ 2 സ്ക്രൂ ഉണ്ടായിരിക്കും. പിന്നെ ഉള്ളത് ചെറിയൊരു ക്ലിപ്പുകളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്കിത് അഴിച്ചെടുക്കാം. അപ്പോൾ 2 സ്ക്രൂ ഉണ്ട് ഇവിടെ. കണ്ടോ, ബ്ലോക്കായി കിടക്കണം. ഇത്രയും അഴുക്കാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് 2 സ്ക്രൂ ഉണ്ടായിരിക്കും. ആ 2 സ്ക്രൂ മാത്രമേ ഉള്ളൂ. പിന്നെയുള്ള ക്ലിപ്പുകളാണ്. അപ്പോൾ ആദ്യം നമുക്ക് ആ 2 സ്ക്രൂ അഴിച്ചെടുക്കണം. ആ 2 സ്ക്രൂ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 2 സ്ക്രൂ അഴിച്ചിട്ടുണ്ട്. ഇനി എല്ലാ സൈഡും കുറച്ച് ക്ലിപ്പുകളുണ്ട്. ആ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് തിക്കി കൊടുക്കാനുള്ളൂ കേട്ടോ. ഇതേപോലത്തെ ക്ലിപ്പുകളുണ്ടായിരിക്കും. അതൊരു കണക്ടറോ ഒരു മൈനസ് വെച്ച് തിക്കി കൊടുത്താൽ മതി. നമ്മൾ സ്ക്രൂവും ആ ക്ലിപ്പുകളൊക്കെ അഴിച്ചിട്ടുണ്ട്. ഇനി നേരെ ഇത് മുകളിലേക്ക് പൊക്കി കഴിഞ്ഞാൽ ഇത് രണ്ട് കവറായിട്ട് നമുക്ക് അഴിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ആ തെർമസ്റ്ററിൻ്റെ സെൻസർ അഴിക്കണം. തെർമസ്റ്റർ കൂളിംഗ് ഓയിൽ അഴിക്കണം. എന്നാലേ അത് കവറ് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കവറ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ കൂളിംഗ് ഓയിൽ ഇതിനകത്തുനിന്ന് പുറത്തേക്ക് എടുക്കണം. അപ്പോൾ കൂളിംഗ് ഓയിൽ നമ്മൾ പുറത്തേക്ക് എടുത്തു. എന്താ മുകളിലേക്ക് പൊക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇനി വെള്ളം അടിച്ച് ക്ലീൻ ചെയ്യണം. അങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്യണത്. പിന്നെ ഈ കവറൊക്കെ ക്ലീൻ ചെയ്തെടുക്കണ്ടോ, കഴുകിയെടുക്കണം. എന്താ കൂളിംഗ് ഓയിൽ നമ്മൾ വെള്ളം അടിച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരിക്കലും വെള്ളം പോകരുത് കേട്ടോ. അപ്പോൾ അത് എന്തെങ്കിലും വെച്ച് അടച്ച് വെക്കണം. 2 സൈഡും ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം വെള്ളം അടിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. കവറും കാര്യങ്ങളൊക്കെ അടിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് തിരിച്ച് ഫിറ്റ് ചെയ്യണം. എല്ലാം സ്ക്രൂ എല്ലാം ഫിറ്റ് ചെയ്ത് തിരിച്ച് ഫിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിത് തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ആ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ AC പരമായിട്ടുള്ള വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ കയറുക. പ്ലേലിസ്റ്റ് അതിനകത്തുണ്ട് കേട്ടോ. മറ്റേ വീഡിയോ ഉണ്ടെങ്കിൽ വീണ്ടും കാണാം.